മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 8/3/1999 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അനിഴമാണ് നക്ഷത്രം. അനിഴം 1-ാം പാദം. കന്നി ലഗ്നം. 2-ൽ കുജൻ ഗുളികൻ, 3-ൽ ചന്ദ്രൻ, 4 ശൂന്യം, 5-ൽ കേതു, 6-ൽ സൂര്യൻ, 7-ൽ ബുധൻ, ശുക്രൻ, ഗുരു, 8-ൽ ശനി, 9-10 ഭാവങ്ങൾ ശൂന്യം, 11-ൽ രാഹു, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ജോലി സംബന്ധമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടും അദ്ദേഹം ഇപ്പോൾ അത്യാവശ്യം നല്ല വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? കന്നി ലഗ്നം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ നീചസ്ഥനായി 7-ൽ നിൽക്കുന്നു, ശുക്രനോടും ഗുരുവിനോടും അതായത് വ്യാഴത്തോടുമൊപ്പം. ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ 12-ാം ദൃഷ്ടി. ഇത് രണ്ടും ഈ പറയുന്ന വിഷമതകൾക്കൊരു പ്രധാന കാരണം തന്നെയാണ്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി. ലഗ്നാധിപൻ നീചസ്ഥനായി നിൽക്കുന്നു. അതുപോലെ തന്നെ രോഗസ്ഥാനത്തിൻ്റെ അധിപൻ 1, 2, 3, 4, 5, 6. രോഗസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശനി 8-ൽ നീചസ്ഥനായി നിൽക്കുന്നു. അതുപോലെ തന്നെ രോഗസ്ഥാനത്ത് ശനിയുടെ ശത്രുവായ സൂര്യൻ നിൽക്കുന്നു. ഹെൽത്ത് ഇഷ്യൂസിന് വളരെ സാധ്യത കൂടുതലുള്ള ഒരു ഗ്രഹനിലയാണിത്. അതായത് രോഗസ്ഥാനം, ശത്രുസ്ഥാനം ലഗ്നാൽ 6-ൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി നിൽക്കുകയും ആ രാശിയുടെ അധിപനായ ഗ്രഹം കുജൻ ഗുളികനോടൊത്ത് നിൽക്കുകയും അതുപോലെ തന്നെ രോഗസ്ഥാനത്ത് ശത്രുവായ സൂര്യൻ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്തരം ആളുകൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുക സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി, അതുപോലെ തന്നെ ഉയർച്ച പോലെയുള്ള കാര്യങ്ങൾ. ലഗ്നാൽ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. അവിടേക്ക് രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി വരുന്നുണ്ട്. അതായത് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും 6, 7, 9, 12 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട് രാഹുവിനെ കൊണ്ട്. ഒന്ന്, രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി കർമാധിപനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുവിൻ്റെ 12-ാം ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്കും വരുന്നുണ്ട്, ലഗ്നാൽ 10-ലേക്ക്. ഇത് രണ്ടും ജോലി സംബന്ധമായിട്ടുള്ള ചില അസ്വസ്ഥതകളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെയാണ് 10-ലേക്ക് നീചസ്ഥനായി നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടിയുമുണ്ട്. അതും ജോലി സംബന്ധമായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾക്ക് ഒരു പ്രധാന കാരണം തന്നെയാണ്. അതായത് ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന, ശ്രമിക്കുന്ന അത്ര വേഗതയിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോണമെന്നില്ല. ചില ആളുകളെ കണ്ടിട്ടുണ്ടാവും, അവർ പഠിച്ച് വരുന്നതെല്ലാം ഒരു ഡിപ്പാർട്ട്മെൻറ്റും ജോലി ചെയ്യുന്നത് മറ്റൊരു വിഭിന്നമായിട്ടുള്ള മേഖലയിലുമായിരിക്കും. അത്തരം അനുഭവങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രവുമല്ല, ഇവിടെ ചന്ദ്രൻ നീചസ്ഥനാണ്. ചന്ദ്രനിലേക്ക്, അതായത് മനസ്സിൻ്റെ, മാതാവിൻ്റെ കാരകനായ ഗ്രഹം ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ, അതല്ല എങ്കിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞ ഒരു മാനസികാവസ്ഥ ഇദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യത പല കാരണങ്ങൾ കൊണ്ടും, അത് സാമ്പത്തികമാവാം, ശാരീരികമാവാം, മാനസികമാവാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാവാം, എന്തുമാവാം, എല്ലാത്തിലും ഒരു അസ്വസ്ഥത ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രായോഗികമായിട്ടുള്ള ചിന്താരീതികൾ ക്രമീകരിച്ച് തന്നെ ജീവിതത്തെ നോക്കിക്കാണേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ഒപ്പം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ ജ്യോതിഷ സംബന്ധമായ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ ഈ വ്യക്തി മുന്നോട്ട് പോകേണ്ടതുമാണ്. ഇത് നോർമൽ കേസിൽ അത്ര എളുപ്പമല്ല. ശ്രമിച്ച ഉടനെ തന്നെ ഫലം കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം ജോലി സംബന്ധമായിട്ട്, അതുപോലെ തന്നെ അത്തരം ഉയർച്ച പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അല്പം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തടസ്സം, കാലതാമസം പ്രധാനമായിട്ടും വരുത്തി വയ്ക്കും. പ്രത്യേകിച്ചും 8 ശനിയുടെ നമ്പർ കൂടിയാണ് 8 എന്ന് പറയുന്നത്. ഈ 8, 17, 26 പോലെയുള്ള ഡേറ്റ്സിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അല്പം സ്ട്രഗ്ലിംഗ് പീരീഡ് പൊതുവെ ന്യൂമറോളജി പ്രകാരം കണ്ടുവരുന്നുണ്ട്. അത്
ഒരു റീസൺ മാത്രമാണ്. പക്ഷേ ഇവിടെ ഗ്രഹനിലയിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഉത്തരമുണ്ട്. ലഗ്നത്തിലേക്കുള്ള ഗുളികൻ്റെ ദൃഷ്ടി, പ്രത്യേകിച്ചും അറിവിൻ്റെ കാരകനിലേക്ക്. നമ്മൾ ശരി എന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും അബദ്ധമായി മാറും പിന്നീട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചിന്താശേഷിയുടെ തോത് കൂട്ടുക, ആലോചന വൈഭവം കൂട്ടുക. ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ആധികാരികമായിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കുക. ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അബദ്ധങ്ങളുടെ പേഴ്സൻറ്റേജ് ഗണ്യമായിട്ട് കുറയും, അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും ആ വ്യക്തിയെ കൊണ്ട് തന്നെ. അതിനോടൊപ്പം തന്നെ കൃത്യമായ പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോകുക വഴി വഴികൾ തെളിയും. തർക്കമൊന്നുമില്ല. എല്ലാം പെർഫെക്റ്റായിട്ട് ഒരു ഗ്രഹനിലയുമില്ല, അതുപോലെ തന്നെ എല്ലാം മോശമായിട്ടും ഒരു ഗ്രഹനിലയുമില്ല. എവിടെയെങ്കിലുമൊക്കെ ചില പഴുതുകൾ ഉണ്ടാകും ഈ പ്രശ്നങ്ങളിൽ നിന്നും ഊരിപ്പോകുന്നതിനായിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു ക്ഷമ കാണിക്കുക. ഇതിലെടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, ലഗ്നാൽ 7-ൽ വ്യാഴം ഹംസയോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ധനസ്ഥാനത്തിൻ്റെ അധിപൻ, 2ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം മാളവ്യ യോഗം കൊടുത്തുകൊണ്ട് ഉച്ചത്തിൽ നിൽക്കുന്നു. ഇത് രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള സൈൻസ് തന്നെയാണ്. കാരണം നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം 5, 7, 9 തുടങ്ങിയ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുവഴി ഗുളികൻ്റെ ദൃഷ്ടി വരുത്തുന്ന ദോഷങ്ങൾക്കൊരു പരിഹാരവുമാണത്. അതുപോലെ തന്നെയാണ് ചന്ദ്രനിലേക്കും, നീചസ്ഥനായി നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രനിലേക്കും വ്യാഴത്തിൻ്റെ 9ാം ദൃഷ്ടിയുണ്ട്. അതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ ദോഷങ്ങളുടെ തോതിനെ ഗ്രഹനിലയിൽ തന്നെ പരിഹാരങ്ങൾ കൊണ്ടത് ഓട്ടോമാറ്റിക്കലി കുറയ്ക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഒരല്പം നമ്മളുടെ മനസ്സിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കും, അസ്വസ്ഥമാക്കും, അലോസരപ്പെടുത്തും. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, ആരെ കാണണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷ സംബന്ധമായിട്ട് കൃത്യമായിട്ട് അതിനുള്ള വഴികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. പരിഹാരങ്ങൾ കൃത്യമായി ചെയ്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട്. 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ്. നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. നീചഭംഗ രാജയോഗം ബുധനെ കൊണ്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യം ബുധനെ കൊണ്ട് നീചഫലങ്ങൾ ഉണ്ടാവുകയും ഒരു പോയിന്റിൽ അതിനെ ഭംഗം ചെയ്ത് രാജയോഗം കൊടുക്കുകയും ചെയ്യും. അതിന് ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ വേണ്ടുവോളം സഹായം ചെയ്യും. അതുപോലെ തന്നെ വ്യാഴവും സഹായം ചെയ്യും. പക്ഷേ ഇത്തരം വ്യക്തികൾ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരല്പം കരുതൽ നടത്തി തന്നെ മുന്നോട്ട് പോകണം. 2-ലൊക്കെ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ പണമൊക്കെ കടമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ ഒന്നുകിൽ അത് തിരിച്ചു കിട്ടില്ല, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടില്ല. അതുമല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾക്കും മുഷിച്ചിലുകൾക്കും ഒടുവിലായിരിക്കും ആ കാശിൻ്റെ പകുതിയെങ്കിലും ചിലപ്പോൾ തിരിച്ചു കിട്ടുക. അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു അച്ചടക്കം പാലിച്ച് തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകേണ്ടതാണ്. 1-2 പ്രധാന നെഗറ്റീവ്സിനെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ നല്ല യോഗഫലങ്ങളുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. പക്ഷേ അതിലേക്ക് കാര്യങ്ങളെ ക്ഷമയോടെ, പക്വതയോടെ, പാകതയോടെ, ചിന്താശേഷിയോടെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് എത്തിക്കുക എന്നതാണ് ഇതിനുള്ള പ്രധാന പോംവഴി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് തന്നെ വേണം ഇദ്ദേഹം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട്. 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി നീചസ്ഥനായി നിൽക്കുന്നു. അതിൻ്റെ അധിപൻ ഗുളികനോടൊത്ത് നിൽക്കുന്നു. 6-ൽ സൂര്യനും നിൽക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് ബുധനിൽ ചൊവ്വയുടെ അപഹാരമാണ്. ഈ സമയം ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് സാരം. കൃത്യമായി തന്നെ വൈദ്യസഹായമെടുത്ത് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ നടത്തി തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ഈ വ്യക്തി ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല സമയം വരുന്നുണ്ട്. ആ സമയത്തിലേക്ക് ആവുന്നതേ ഉള്ളൂ. 99 ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ആ പ്രായം ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ ചെറിയ പ്രായമാണ്. ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള സമയം ഇനിയുമുണ്ട്. അല്പം ക്ഷമ കാണിക്കുക, അല്പം ചിന്താശേഷിയോടുകൂടി ജീവിതത്തെ സമീപിക്കുക. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴായാലും അതേത് ദശ വന്നാൽ തന്നെയും, ഏത് ഗംഭീരമായിട്ടുള്ള ദശ വന്നാൽ തന്നെയും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ബുധദശ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കേതുദശയുണ്ട് 7 കൊല്ലം. അതും ഒരല്പം ശ്രദ്ധയോടെ തന്നെ എടുത്ത് മുന്നോട്ട് പോകേണ്ടത്. അതിന് ശേഷമാണ് മാളവ്യ യോഗം കൊടുക്കുന്ന ശുക്രദശ. അപ്പോൾ അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു ക്ഷമയോടെ അതുവരെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനുള്ളൊരു ഉത്തരം സ്വയം കണ്ടെത്തി വേണം
ഇത്തരം ആളുകൾ ജീവിതത്തെ മുന്നോട്ട് പോയി സമീപിക്കാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അനിഴമാണ് നക്ഷത്രം. അതുകൊണ്ട് തന്നെ ശനിദശയിലായിരുന്നു ജനനം. ജന്മശിഷ്ടം 2017 വരെ ശനിദശ. അതിനുശേഷം 2034 വരെയാണ് ബുധദശ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 7 കൊല്ലം കേതു, ശേഷം 20 കൊല്ലം 2061 വരെ ശുക്രൻ, അതിനുശേഷം 6 കൊല്ലം സൂര്യൻ, ശേഷമാണ് 10 കൊല്ലം ചന്ദ്രദശ. അതിനുശേഷം കുജൻ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ നേരത്തെ പറഞ്ഞു, ബുധനിൽ ചൊവ്വയുടെ അപഹാരമാണ്. അതായത് 5/7/2025 തൊട്ട് 2/7/2026 വരെയുള്ള കാലം എന്ന് പറയുന്നത് ബുധദശയിൽ നീചസ്ഥനായി നിൽക്കുന്ന ഗ്രഹം ബുധൻ, അതിൽ ഗുളികനോടൊപ്പം നിൽക്കുന്ന കുജൻ്റെ അപഹാരം. അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ അതീവ ശ്രദ്ധ കീപ്പ് ചെയ്ത് തന്നെ ഇത്തരം വ്യക്തികൾ ഈ സമയം മുന്നോട്ട് പോകേണ്ടതാണ്. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുന്നതിനും ഒക്കെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മുറയിൽ, അതായത് കറക്റ്റായി ചെയ്യുന്നത് വഴിക്ക് കൃത്യമായി തന്നെ അതിൻ്റെ ഫലം ആ വ്യക്തിയെ തേടി എത്തുക തന്നെ ചെയ്യും. പ്രധാനമായും ഈ വ്യക്തിക്ക് ഇത്തരം ഗ്രഹനിലയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് പൊതുവേ കാണും. പ്രധാനമായും ചന്ദ്രൻ നീചസ്ഥനാണ്, ശനി നീചസ്ഥനാണ്, ബുധൻ നീചസ്ഥനാണ്. അപ്പോൾ ഇതിനെക്കൊണ്ടെല്ലാമുള്ള ആദ്യം ഒരല്പം നെഗറ്റീവായിട്ടുള്ള അനുഭവത്തെ നമ്മൾ ക്ഷമയോടെ സഹിച്ചേ മതിയാകൂ. വ്യാഴം ഇവിടെ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്, ഹംസയോഗം കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ശുക്രൻ മാളവ്യ യോഗം കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. രാഹുവിൻ്റെ ഒരു ചെറിയ ദൃഷ്ടിയുടെ നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പല ആളുകൾക്കും ചെയ്യാൻ അപ്രാപ്യമായ പല വലിയ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ഗ്രഹനില കൂടിയാണിത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അല്പസ്വല്പം നല്ല താല്പര്യവും അറിവുമൊക്കെ സമ്പാദിക്കാനും ഉള്ളയാളുമാണിത്. ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, വളരെ നല്ലതാണ്. ഒരല്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു വട്ടം കൂടെ ആവർത്തിച്ച് പറയുകയാണ്, ഒരല്പം ചിന്താശേഷിയോടെ, അല്പം ഒരു ക്ഷമയോടെ ജീവിതത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉയർച്ചകൾക്കുള്ള സാധ്യത ഈ ഗ്രഹനിലയിലുണ്ട്. പക്ഷേ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതുമാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.